إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم علمنا ما ينفعنا وزدنا علما يا كريم اللهم اعطنا الإخلاص وازدد إيماننا يا رب العالمين ആദരണീയരായ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അപാരമായ സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖൽബ് കൊണ്ടാവട്ടെ, നാവ് കൊണ്ടാവട്ടെ, അവയവങ്ങൾ കൊണ്ടാവട്ടെ, എല്ലാ നിലക്കും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫള് കൊണ്ട് അനുഗ്രഹിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില ഖിസസുകൾ, ചില കഥകൾ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഥവാ ഒരു തെറ്റ് ചെയ്യാൻ അവസരമൊരുങ്ങുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്റിനാൽ അള്ളാഹുവിൻ്റെ സ്മരണ അവിടെ ഉടലെടുക്കുകയും അത് കാരണത്താൽ ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതൊക്കെ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. നമ്മൾ പലരുടെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്.
നമ്മുടെ ജീവിതവും ഒന്ന് വീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മൾ പല തെറ്റിൽ നിന്നും വിട്ടുനിൽക്കാറുള്ളത് അത് അള്ളാഹുവിനെ ഭയം, അള്ളാഹു ഹറാമാക്കി എന്നുള്ളത് കൊണ്ടല്ല, നമുക്ക് ശീലമായി എന്നുള്ളത് കൊണ്ടാണ്. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളും അള്ളാഹു ഹറാമാക്കി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങളുണ്ട്. അതേ സമയത്ത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന ഒരു സമയമാണ് സാഹചര്യം എന്നുള്ളത്. പല സാഹചര്യങ്ങളാണ് മനുഷ്യന്മാരെ പല രീതിയിലും പല രൂപത്തിലുമാക്കി മാറ്റുന്നത്. നല്ലൊരു സാഹചര്യമുള്ളവൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാമിലുൽ മിസ്കിന്റെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. അത്തർ വിൽപ്പനക്കാരൻ്റെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. അത്തർ വിൽപ്പനക്കാരൻ്റെ കൂടെ കൂടിയവനും അത്തർ മണക്കുമെന്നുള്ളതുപോലെ നല്ലൊരു കൂട്ടുകാരൻ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ മർഉ മഅൻ അഹബ്ബ, ഒരുത്തൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവൻ അവൻ്റെ കൂടെയായിരിക്കും. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം അൽ മർഉ അലാ ദീനി ഖലീലിഹി, തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും തൻ്റെ സഹോദരൻ എന്നുള്ളത്. അഥവാ സ്വാധീനം, സാഹചര്യം എന്നുള്ളതൊക്കെ നമ്മളെ ഓരോരുത്തരെയും വല്ലാതെ ബാധിക്കുന്ന കാരണങ്ങളാണ്. നമ്മൾ ചില ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നല്ലൊരു മനുഷ്യനായി മാറുന്നത് കാണാൻ സാധിക്കും. അതിനുള്ള കാരണം ചിലപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടായിരിക്കാം, അവൻ്റെ സാഹചര്യമായിരിക്കാം. 100 ആളെ കൊന്നൊരു മനുഷ്യനെ പറ്റി, 100 ആളെ കൊന്ന ഒരാളെ പറ്റി നമ്മൾ കഥ കേട്ടിട്ടുണ്ട് ഹദീസിൽ. 99 ആളെ കൊന്നതിന് ശേഷം ആ വ്യക്തിക്ക് പശ്ചാത്താപം ഉണ്ടാവുകയും ഒരു പണ്ഡിതനെ കാണുകയും ചെയ്ത സന്ദർഭത്തിൽ ആ പണ്ഡിതൻ പറഞ്ഞു, നിനക്കൊരു തൗബയില്ല, എനിക്ക് തൗബ ചൊല്ലി മടങ്ങണം, എനിക്കെന്തോ പരിഹാരമുണ്ടോ, എൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കോ, എനിക്ക് മടങ്ങാൻ കഴിയോ എന്ന രീതിയിൽ വന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ പണ്ഡിതൻ ഈ 99 ആളെ കൊന്ന വ്യക്തിയോട് പറഞ്ഞു, ഇല്ല, നിനക്കൊരു നന്മയുമില്ല, നിനക്കൊരു തൗബയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ ഈ വ്യക്തിയെ കൂടി ഈ 99 ആളെ കൊന്ന വ്യക്തി കൊല്ലുകയാണ്. എന്നിട്ട് 101ാമതൊരു വ്യക്തിയിലേക്ക് ഇദ്ദേഹം കടന്നു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് മടങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ അദ്ദേഹം ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു, വിവേകമുള്ളവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് തൗബയുണ്ട്, നീ അള്ളാഹുവോട് ഖേദിച്ച് മടങ്ങുക. എന്നിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിനക്കിപ്പോൾ ഒരു സാഹചര്യം ഉണ്ട്, ഇവിടെ നീ നിന്നാൽ ശരിയാവില്ല, നീ പഴയ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നീ അകന്നു പോകണം, നീ നാട് വിട്ടേ പോകണം. ഈ സാഹചര്യം നിന്നെ ഒരു കൊലപാതകിയാക്കിയ, നീ 100 ആളെ കൊന്ന ഈ നാടുണ്ടല്ലോ, ഈ സാഹചര്യം ഇവിടെ വിട്ട് നീ പോയേ മതിയാവുള്ളൂ. അതുകൊണ്ട് സാഹചര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാഹചര്യത്തെ നമ്മൾ നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പാഠം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നൊരു ദുആ ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തി തരണേ. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് കാണാം, അൽ ഈമാനു യൻഖുസു വയസീദ്, ഈമാൻ അധികരിക്കുകയും ചെയ്യും കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. ഈമാൻ അധികരിക്കും, എപ്പോൾ? സാഹചര്യങ്ങൾക്കനുസരിച്ച്, അനുസരണ കൂടുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും. എന്നാൽ നമ്മുടെ സാഹചര്യം നമുക്കെതിരാവുമ്പോൾ, നമ്മുടെ തിന്മയുടെ സാഹചര്യമാണ്, നമുക്ക് തിന്മ ചെയ്യാൻ തോന്നുന്നുണ്ട്, നമ്മൾ തിന്മ ചെയ്യുകയാണ്, ആ സമയത്തൊക്കെ നമ്മുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ സാഹചര്യം നന്നാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സകല സമയത്തും അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ഒരു വ്യഭിചാരം ചെയ്യാൻ അവസരം കിട്ടിയ ഒരു വ്യക്തി, ആ വ്യഭിചാരം എല്ലാ സാഹചര്യവും അദ്ദേഹത്തിന് ഒത്തിണങ്ങിയ സന്ദർഭത്തിൽ ആ വ്യക്തി പറയുന്നുണ്ട്, അള്ളാഹുവേ, എൻ്റെ മുന്നിൽ സ്ത്രീയെ ലഭിച്ചു, ഞാൻ ഒറ്റക്കാണ്, ഞാനും അവളും ഒറ്റക്കാണ്, എനിക്കെല്ലാ സാഹചര്യവും ലഭിച്ചിട്ടും ഞാൻ ആ സമയത്ത് നിന്നെ എനിക്ക് ഓർമ്മ വന്ന സന്ദർഭത്തിൽ ഞാൻ ആ തെറ്റിൽ നിന്ന് വിട്ടുനിന്നുള്ളത് അദ്ദേഹം പറയുന്നു. ആലോചിച്ച് നോക്കി, ഒരു സാഹചര്യം നമുക്കെതിരെ, ഒരു സാഹചര്യം വന്നു, ഒരു ഹറാമ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിട്ട് അവിടെ അള്ളാനെ കുറിച്ച് ഓർമ്മ വരിക എന്നുള്ളത് ഏറ്റവും വലിയ തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മനഃപൂർവ്വം നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അതിലേറ്റവും വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്,
ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹു പറയാം, ഈ സാഹചര്യങ്ങളിൽ, നമുക്കെതിരെ വരുന്ന സാഹചര്യങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ കഴിയുക എന്ന തൗഫീക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ, നമുക്ക് കിട്ടുന്ന നിഅമത്തുകളിൽ, നമുക്ക് കിട്ടുന്ന ദുഃഖങ്ങളിൽ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഫദ്കുറൂനി, അല്ലാഹു പറയാം, ഫദ്കുറൂനി നിങ്ങൾ എന്നെ ഓർക്കുവിൻ, വഷ്കുറൂലി എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാര് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയണം, ഉദ്കുറൂനി ബിത്ത്വാഅ, അല്ലാഹുവിനെ നിങ്ങൾ അനുസരണ കൊണ്ട് നിങ്ങൾ ഓർക്കുക, ബിൽ മഗ്ഫിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് നമ്മളെങ്ങനെ ഓർക്കുക എന്നറിയോ? ബിൽ മഗ്ഫിറ, പാപമോചനം നമുക്ക് നൽകിക്കൊണ്ടാണ് അള്ളാഹു നമ്മളെ ഓർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് തുടർന്നുകൊണ്ട് പറയണം, ഫഹഖുല്ലാഹി അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ അടിമകൾക്ക് അവകാശമുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. നമുക്ക് കുറച്ച് അവകാശം അള്ളാഹുവിന്റെ മേലുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്? അയ്യദ്കുറ മൻ ദക്കറഹു, നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഓർക്കുക എന്നുള്ളത് നമുക്ക് അള്ളാഹുവിന്റെ മേലുള്ള അവകാശമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ മേൽ ചില അവകാശങ്ങൾ തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക എന്നുള്ളത്. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് നമ്മളെ ഓർക്കുക എന്നുള്ളത്, നമ്മളെ സ്മരിക്കുക എന്നുള്ളത്, നമ്മളെ ദിക്ർ ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവിന്റെ മുന്നിൽ ഹക്കായി മാറും. നമ്മുടെ അവകാശമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മഹാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നല്ല ആളുകളെ സിഫത്തായിക്കൊണ്ട്, പാപമോചനം കിട്ടാനുള്ള വഴികളായിക്കൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തിനാ ജീവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള 1-2 മറുപടികളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനാണ്. ഇനി എങ്ങനെ സ്വർഗം ലഭിക്കും? അതും അള്ളാഹ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗം ലഭിക്കാൻ ഏറ്റവും പ്രധാനം എന്നുള്ളത് മഗ്ഫിറത്താണ്. നമ്മളൊക്കെ പഠിച്ചൊരു പാഠമാണ് പാപമോചനം. അള്ളാഹ് എല്ലാ പാപവും പുറത്തു തരിക. നാളെ മറ്റന്നാൾ സൂറത്തുൽ ഖാരിഅയിലൂടെ അള്ളാഹ് പറഞ്ഞതുപോലെ 2 തുലാസ് ഇങ്ങനെ തൂക്കുന്ന സന്ദർഭത്തിൽ ആ പാപം തൂക്കുന്ന തുലാസ് അതിന്ന് നമുക്ക് കൈച്ചലായി കിട്ടണം. നന്മയുടെ തുലാസ് തൂങ്ങിയേ മതിയാവുള്ളൂ. പാപത്തിന്റെ തുലാസിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലതു ഭാഗത്തു കൂടിയും ഇടത് ഭാഗത്തു കൂടിയും നമുക്ക് കുറച്ച് ഏടുകൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വലത് കരങ്ങളിലൂടെ തന്നെ ഏട് ലഭിക്കുക എന്നുള്ളത് അല്ലാഹ് തരുന്ന ഒരു സൗഭാഗ്യമാണ്. അതിന് ഭാഗ്യം ലഭിക്കണമെങ്കിൽ പാപമോചനം അതിപ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഏറ്റവും വലിയ വഴിയായിക്കൊണ്ട് അല്ലാഹ് പറയാണ്, വദ്ദാകിരീന അല്ലാഹ കസീറ വദ്ദാകിറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആണുങ്ങൾ, പുരുഷന്മാർ, വദ്ദാകിരീന അല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന ആണുങ്ങൾ, പുരുഷന്മാർ, വദ്ദാകിറാത്ത്, സ്ത്രീകൾ, ലഹും മഗ്ഫിറ വ അജ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് പാപമുക്തിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത പാപങ്ങൾ പുറത്തു തരും എന്ന് പറയുമ്പോൾ ആർക്കാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. വദ്ദാകിരീന അല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി, വെറുതെ ഓർക്കലം, ധാരാളമായി കൊണ്ട് ഓർക്കുക എന്നുള്ളത്. എപ്പോഴൊക്കെ ഓർക്കേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് നമുക്ക് നിഅമത്തുകളുടെ ദിക്ർ എന്നുള്ളത് ഒരു സംഭവമാണ്. നമ്മൾ തന്നെ ആലോചിക്കും, അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാതെ ഒരു നേരവും മുഅ്മിന് കടന്നു പോകുന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ മെന്നാന്നൊക്കെ ആയിട്ട് നമ്മുടെ പെരുന്നാൾ കടന്നുപോയി. നമ്മൾ അറക്കാൻ സന്ദർഭത്തിലും ബിസ്മില്ല ചൊല്ലിയിട്ടാണ് അറുത്തത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ ആ സന്തോഷ കർമ്മത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖബറിലേക്ക് ഒരാളെ എടുത്തു വെക്കുമ്പോൾ എന്താ ചൊല്ലുക? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, റസൂലിന്റെ പാതയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കും, ബിസ്മില്ല, അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ഓർക്കുകയാണ്. വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ വലാ ഖുവ്വ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയാണ്. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചത് കണ്ടാൽ അവിടെയും ഇൽബസ് ജദീദ വഇഷ് ഹമീദ വമുത് ഷഹീദ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയും നമ്മൾ അള്ളാഹുവിന് സ്ഥാനം കൊടുക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ പോലും ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ സ്മരണയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഏത് വരെയും ചോദിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങാൻ കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുണ്ട്, ദിക്റുകളുണ്ട്, അള്ളാഹുവിന്റെ സ്മരണയുണ്ട് എന്നറിയാം. നമ്മൾ ഉറക്കിനിടയിൽ ഞെട്ടി എഴുന്നേറ്റാൽ പോലും അവിടെയുമുണ്ട്
പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്. അവിടെ പോലുമുണ്ട് അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്റുകൾ, പ്രാർത്ഥനകൾ. ജീവിതം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സന്ദർഭത്തിലും ചെല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദിക്റുകളില്ലാത്ത ജീവിതം അവനില്ല എന്നുള്ളതാണ്. ഒരു മുഅ്മിനത്തിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം മുഴുവനായിക്കൊണ്ടും ഏത് സമയവും അള്ളാഹുവിന്റെ ദിക്ർ. പള്ളിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും അള്ളാഹു ദിക്ർ പഠിപ്പിച്ചു തന്നതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാടെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ദിക്റില്ലാതെ ഒരു മുഅ്മിന് ജീവിക്കാൻ കഴിയില്ല. മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്നുള്ളത്, അദ്ദേഹത്തിന്റെ കൂത്ത് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്നുള്ളത്, പാതയം എന്നുള്ളത് രാവിലത്തെയും വൈകുന്നേരത്തെ ദിക്റാണ്. സത്യത്തിൽ പറഞ്ഞതാണ്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭക്ഷണം എന്നുള്ളതും രാവിലെയും അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദിക്റിന്റെ ഒരു പവർ നോക്കിയും ദിക്റിന്റെ ഒരു ശക്തി നോക്കിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വദ്കുർ റബ്ബക. അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് അല്ലാഹു കൽപ്പിക്കാം, വദ്കുർ റബ്ബക, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, ഫീ നഫ്സിക, നിങ്ങൾ ഓരോരുത്തരും സ്വന്തക്ക് അല്ലാഹുവിനെ ഓർക്കുക, തളർറുഅൻ, വിനയാന്വിതനായിക്കൊണ്ട് താഴ്മയോടെ അല്ലാഹുവിനെ ഓർക്കുക, വഖീഫ, പേടിയോടെ കൂടി അള്ളാഹുവിനെ ഓർക്കണം. എന്താ ഖീഫ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ അദാബിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അദാബിനെ പേടിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെല്ലണം. എന്നിട്ടോ വദൂനൽ ജഹർ, അധികം ഒച്ച ചെല്ലാന്നുള്ളതല്ല അതിന്റെ കാര്യം. വദൂനൽ ജഹർ, ഉറക്കെങ്ങനെ ചെല്ലാന്നുള്ളതല്ല, നമുക്ക് കേൾക്കാൻ പാകത്തിൽ നമ്മൾ ചെല്ലുക. മിനൽ ഖൗലി, എപ്പോഴൊക്കെ ചെല്ലണം? അൽ ഗുദു ബിൽ ഗദുവി ബിൽ ഗുദുവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ചെല്ലണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് വദ്കുർ, ദിക്ർ ചെല്ലണേ, ബിൽ ഗുദുവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരവും. അൽ ഗുദുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും സൂര്യൻ ഉദിക്കുന്ന ആ സമയം വരെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ രാവിലെ എന്ന് പറഞ്ഞത്. അതാ ഗുദുവ് എന്ന് പറഞ്ഞാൽ. വൽ ആസ്വാൽ എന്ന് പറഞ്ഞാൽ ബഅദൽ അസ്ർ, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. ഇതാണ് അദ്കാറു സ്വബാഹിന്റെയും രാവിലെയുടെയും വൈകുന്നേരവും ദിക്ർ ചെല്ലേണ്ട സന്ദർഭങ്ങൾ, സമയങ്ങൾ എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ദിക്ർ ചെല്ലണം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലിഅൻ അഖൂദ മാ ഖൗമിൻ യദ്കുറൂന അല്ലാഹ തആല മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഅ അശ്-ശംസ് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതഖ അർബഅത മിൻ വലദി ഇസ്മായിൽ. 4 അടിമകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമ മോചനം എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായി പഠിപ്പിച്ചു. ആ 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം രാവിലെയും വൈകുന്നേരവും ദിക്ർ ചെല്ലാനിരിക്കലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യമുണ്ട് ദിക്ർ ചെല്ലുക. പ്രത്യേകം അദ്കാറു സ്വബാഹി വൽ മസാ, അതിന് പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ചെല്ലാൻ ഒരുപാട് ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വൈകുന്നേരം ചെല്ലാൻ ഒരുപാട് ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വദ്കുർ ബിൽ അദുവി വൽ ആസ്വാൽ, ഈ കൽപ്പന നമ്മളിപ്പോൾ കേൾക്കുകയാണ്. ഇനി നമുക്ക് നിർബന്ധമായി മാറി, നമ്മുടെ മേൽ ഹക്കായി മാറിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ ഹദീസ് പ്രാവർത്തികമാക്കണം, ഈ ആയത്ത് നമ്മൾ പ്രാവർത്തികമാക്കണം. വൈകുന്നേരം ചെല്ലാനുള്ള ദിക്റുകൾ നമ്മൾ പഠിക്കണം. രാവിലെ ചെല്ലാനുള്ള സുബഹി നിസ്കരിച്ച് അങ്ങനെ തന്നെ പുരേ പോയി കളയരുത്. നമ്മൾ പുരേ പോകുമ്പോൾ ഈ ദിക്റുകളൊക്കെ ചെല്ലിയതിന് ശേഷം മടങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മടങ്ങി പോകുന്ന സന്ദർഭത്തിൽ ഈ സുന്നത്തുകളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഗൗരവമുള്ള സുന്നത്തുകളാണ്, അതിപ്രധാനമുള്ള സുന്നത്തുകളാണ്. അതിലേറ്റവും പ്രധാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദ്കാറു സ്വബാഹിൽ വ മസായിൽ, ഏറ്റവും പ്രധാനം ആയത്തുൽ കുർസിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ളതാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദ്കാറു സ്വബാഹിൽ, രാവിലത്തെ ദിക്റിൽ ഏറ്റവും പ്രധാനമാണ്
ആയത്തുൽ കുർസി എന്നുള്ളത്. ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ രാവിലെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരമാവുന്നത് വരെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. ഒരാൾ വൈകുന്നേരം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ, പിറ്റേന്ന് രാവിലെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശൈത്താനിൽ നിന്ന് രക്ഷ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസിയുടെ ഫളലായിക്കൊണ്ട് പറയുന്നുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അദ്കാറു സ്വബാഹ് മസാഇ എന്നുള്ളത് മുഅവ്വിദാത്താണ്. 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഇത് 3 തവണ ചെല്ലുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഫത്ഹു മിൻ കുല്ലി ഷൈ, അവൻ എല്ലാത്തിനേക്കാളും ഇത് മതിയാവുന്നതാണ്, എല്ലാത്തിനും ഇത് മതിയാവുന്നതാണ്, ഇത് മതിയാവുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദിനും ഫലഖിനും നാസിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ഹദീസുകൾ ഈ സൂറത്തുകളെ പറ്റി മാത്രം വന്നിട്ടുണ്ട്. ഹദീസുകൾ മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, രക്ഷ നൽകുന്നത്, രക്ഷാ കവചം എന്നുള്ളതാണ്. നമ്മൾ രാവിലെ ഈ രക്ഷാ കവചം നമ്മൾ ധരിക്കേണ്ടതുണ്ട്. വൈകുന്നേരവും ഈ രക്ഷാ കവചം 3 നേരമെന്ന നിലക്ക് നമ്മൾ ധരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരും ഇതിനൊക്കെ ഒരു പേര് പറയുന്നുണ്ട്. ഈ ദിക്റുകളൊക്കെ കൂടി ഒരു പേര് മഹാന്മാരായ ഉലമാക്കൾ പറയുകയാണ്, ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ പരിച, മുസ്ലിമിന്റെ രക്ഷാ കവചം, മുസ്ലിമിന്റെ പരിച എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ ദിക്റിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രക്ഷാ കവചം, ഈ പരിച നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക. ഇതാണ് സബീലുൽ ഹുദ, ഹിദായത്തിന്റെ മാർഗം, സബീലുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള മാർഗം, സബീലുൽ റിള, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള മാർഗം എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് വദ്ദാകിരീന അല്ലാഹ കതീറ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധരായി പോകുന്ന സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുക. അള്ളാഹുവിന്റെ തൃപ്തിക്ക് ഭാഗ്യം ലഭിച്ചവരായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ. ഏതുപോലെ റസൂലുള്ളാഹിയോട് ചോദിച്ച റസൂലുള്ളാ ഒരേ വാചകങ്ങൾ ചില സന്ദർഭത്തിൽ 2-3 തവണയൊക്കെ പറയുന്ന. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തിനാ റസൂലുള്ളാ ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ പോരെ, എന്തിനാ 2-3 വട്ടം പറഞ്ഞെന്ന്? അത് അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ജുമുഅ ഖുതുബ എന്നുള്ളത് ഇബാദത്താണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ വെറുതെ കേട്ടിരിക്കുകയാണെങ്കിൽ പോലും ഇത് ഇബാദത്താണ്, വാജിബായ നിർബന്ധമായ ഇബാദത്താണ്. അതുകൊണ്ട് അതിന് നമ്മൾ സമയം കണ്ടെത്തുക. ഇവിടെ സലാം പറയുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഈ സലാം കഴിഞ്ഞ് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമുള്ള സദസ്സും അതിന് മുമ്പുള്ള സദസ്സും രണ്ടാണ്. ഒരുപാട് ആളുകൾ അതിന് ശേഷം കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ പലരും ഇന്ന് ഖുതുബയിൽ ഇരുന്ന മനുഷ്യന്മാരുടെ എണ്ണത്തിൽ പെടൂല എന്നുള്ളതാണ്. വളരെ ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് എത്ര തിരക്കണമെങ്കിലും ആഴ്ചയിൽ കുറച്ച് നേരമല്ലേ നമുക്ക് ഈ ഉത്ബോധനത്തിന് ദിക്റിനായിക്കൊണ്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ നേരത്തൊന്നും എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഈ ഖതീബ് മിമ്പറിൽ കയറി സലാം പറയുന്നതിന് മുമ്പായിക്കൊണ്ട് എല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. ഈ ഇബാദത്തിന് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ പ്രിയ സഹോദരനും പ്രബോധകനും ദായിയുമായ പണ്ഡിതനുമായ ബഹുമാന്യനായ സഹോദരൻ മുജാഹിദ് ബാലിശ്ശേരി ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകൾ, അദ്ദേഹം ഒരുപാട് കാലമായി രോഗിയാണ്. പല സന്ദർഭത്തിലും അദ്ദേഹം രോഗം കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെ ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വേദനാജനകമായ പരീക്ഷണമാണ്.
ഒരുപാട് പാപം പുറത്തു കിട്ടും എന്നുള്ളത് അള്ളാഹു ആ മറന്നിലൂടെ, ആ രോഗം കൊണ്ട് അള്ളാഹു തരുന്ന സൗഭാഗ്യമാണെങ്കിലും അത് സഹിക്കുക എന്നുള്ളത്, ചിലപ്പം രോഗം കൊണ്ട് ചില ആൾക്കാരൊക്കെ കുഫറിലെത്താറുണ്ട്. രോഗം കാരണത്താൽ അതോ ഇങ്ങനെ അസുഖം ഇങ്ങനെ കൂടുമ്പോൾ എന്നെ മാത്രം അള്ളാഹു ഇങ്ങനെ, ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടല്ലോ, എനിക്കിങ്ങനെ രോഗം അള്ളാഹ് മാറ്റിത്തരാറില്ലാലോ എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ദുരിതം കണ്ടിട്ട് എന്താ പഠിച്ചോനെന്താ ഇങ്ങനെ പോലെ ആരും തിരിഞ്ഞു നോക്കാതെ, പഠിച്ചോനില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. രോഗം കാരണത്താൽ അള്ളാഹുവിൻ്റെ സ്വർഗം നേടുന്ന ആളുകളും രോഗം കാരണത്താൽ അള്ളാഹുവിൻ്റെ നരകം നേടുന്ന ആളുകളും ഉണ്ട്. അപ്പം അതിലേതിൽ പെടണം എന്നുള്ളതൊക്കെ നമ്മൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആലോചിക്കുക. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരീക്ഷണമാണ് രോഗമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ മാർഗത്തിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ള ആഫിയത്ത് വെച്ച്, ആരോഗ്യം വെച്ചിട്ട് അദ്ദേഹം എവിടെയും പോവുകയും അള്ളാഹിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്ര അങ്കണങ്ങളിൽ വരെ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹിനെ മാത്രം ആരാധിക്കണേ എന്ന് പറയുക എവിടുന്നാ അറിയോ? ഇവിടെ വിഗ്രഹം ബേക്കിലുണ്ടാവും, അവിടുന്നാണ് പറയാ അള്ളാഹിനെ മാത്രം ആരാധിക്കണേ, അള്ളാഹ് മാത്രമേ ഹക്കായിട്ടുള്ളൂ, അള്ളാഹ് മാത്രമാണ് സത്യം എന്ന് തുടങ്ങി തൗഹീദിന്റെ വാചകങ്ങൾ. ആരുടെ മുന്നിലും ഭയപ്പാടില്ലാത്ത സുന്നത്തിനെ മുറുകെ പിടിക്കണേ, ബിദ്അത്തുകൾ ഒഴിവാക്കണേ, എത്ര അടി കൊണ്ടാലും ചീത്ത കേട്ടാലും അള്ളാഹുവിൻ്റെ മാർഗമാണ് വലുത്, അള്ളാഹിൻ്റെ സ്വർഗ്ഗം എനിക്ക് വേണട്ടോ എന്ന അതിയായ ആഗ്രഹത്തോടുകൂടി നമ്മളൊക്കെ വിചാരിച്ചതിലും എത്രയോ അപ്പുറം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി രാവെന്നോ പകലെന്നോ നോക്കാതെ ദീനിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച മനുഷ്യനാണ് മഹാനായ മുജാഹിദ് ബാലുശ്ശേരി. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നികത്താനാവാത്തൊരു നഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും വേഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രബോധന മാർഗത്തിൽ, ഈ പ്രബോധന വീതിയിലേക്ക് എത്രയും വേഗം അതിശക്തമായിക്കൊണ്ട് തിരിച്ചു വരാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൾ ഹോസ്പിറ്റലിലാണ്, 3 മാസമായി. ജനിച്ചത് മുതൽ പാല് കുടിക്കാറില്ല. 3 മാസമായിട്ട് ആ കുട്ടി പാല് കുടിക്കാറില്ല എന്ന് പറഞ്ഞു. ജനിച്ചിട്ട് പോലും, ജനിച്ച് 3 മാസമായിട്ടുള്ളൂ. അങ്ങനത്തെ അത്രയും വലിയ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടിലാണല്ലോ. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറിയ മകൾക്ക് എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ സമാനമായി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാദാം. അല്ലാഹുവേ, രോഗം കാരണം സ്വർഗം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അവരൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാദാ. അള്ളാഹുവെ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും നാദാ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ നാദാ. അള്ളാഹുവെ, ഞങ്ങൾ നോറ്റ അറഫ നോമ്പ്, ഞങ്ങൾ ഈ ഇബാദത്തായിക്കൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച ഈദുൽ അദ്ഹ, അതിനുശേഷമുള്ള അയ്യാമു തശ്രീഖാകുന്ന ഇബാദത്തിൻ്റെ ദിനങ്ങൾ, ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ നീ പൂർണ്ണ തോതിൽ തന്നെ സ്വീകരിക്കണേ നാദാ. അള്ളാഹുവെ, അതിൽ വന്ന പാകപ്പിയവുകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നീ പുറത്ത്, നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് നൽകി അനുഗ്രഹിക്കണം നാദാ. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ മനുഷ്യന്മാരാക്കിക്കൊണ്ട്, മുസ്ലിങ്ങളായിക്കൊണ്ട്, മുസ്ലിമത്തുകളാക്കിക്കൊണ്ട് ഞങ്ങളെ മാറ്റിത്തരണേ നാദാ. അള്ളാഹുവെ, ഞങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യാനുള്ള, ഏറ്റവും നല്ലത് മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന നല്ല നാവുകളാക്കിക്കൊണ്ട്, നല്ല കൽബുകളാക്കിക്കൊണ്ട് ഞങ്ങളുടെ കൽബിനെയും നാവിനെയും നീ മാറ്റിത്തരണേ നാദാ. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.